നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ കാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നവീകരിച്ച കൗസ്തുഭം റെസ്റ്റ് ഹൌസിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടാൻ സർക്കാരിന് ഉദ്ദേശമില്ല. 1978 രാഷ്ട്രപതി ഒപ്പിട്ട ദേവസ്വം ആക്ടാണ് ഗുരുവായൂരിലുള്ളത്. അതുപ്രകാരം ഗുരുവായൂർ ദേവസ്വം നിയമനങ്ങൾ നടത്താനുള്ള അധികാരം ഗുരുവായൂർ ദേവസ്വത്തിനാണ്. ഇക്കാര്യത്തിൽ ഇനി സുപ്രീം കോടതിയിൽ പോകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. നിലവിലെ ദേവസ്വം ബോർഡുകൾ സർക്കാരുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായാണ് ചില അഭിപ്രായ വ്യത്യാസമുള്ളത്. ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ ഭക്തരോട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്നതായി ആക്ഷേപമുണ്ട്. ഇത് മാറ്റിയെടുക്കാനായി ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാകണം. സാമ്പത്തിക കാര്യങ്ങളിലെ കോടതി ഇടപെടലുകൾ സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ ഉടൻ നിയമിക്കും. ദേവന്റെ സ്വത്ത് കൈയിട്ട് വാരില്ലെന്ന് ഉറപ്പുള്ള ആളെ മാത്രമേ നിയമിക്കൂ. ഇക്കാര്യത്തിൽ ഒരു ശുപാർശയും സ്വീകരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ദേവസ്വം ബോർഡുമായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല. അത് കഴിഞ്ഞകാല പ്രവൃത്തിയുടെ ഒരു വിഷയം കാരണം കുറച്ച് ഒരു ബുദ്ധിമുട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായിട്ടുണ്ടെങ്കിലും കൊച്ചിയായിട്ടോ മലബാറായിട്ടോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വമായിട്ടോ ഒരു തർക്കവും സംസ്ഥാന സർക്കാരില്ല. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ഈ അടുത്ത കാലത്തായിട്ട് ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡ് തീർച്ചയായിട്ടും ആ ബോർഡാണ് ദേവസ്വങ്ങളിലൊക്കെയുള്ള അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത്. അവർക്കൊരു സ്വതന്ത്ര അധികാരം. പക്ഷെ ഗുരുവായൂരിന്റെ പ്രശ്നമുള്ളത് ഗുരുവായൂരത്തെ നിയമം അത് 1978 അന്നത്തെ സർക്കാർ നിയമം ഉണ്ടാക്കി അത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. രാഷ്ട്രപതിയുടെ ഒപ്പോട് കൂടിയിട്ടാണ് ആ ആക്ട് നടപ്പാക്കിയത്. പക്ഷെ ഇന്ന് ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വന്നപ്പോൾ രാഷ്ട്രപതി ഒപ്പിട്ടൊരു നിയമം ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത് കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് അത് ബാധകമല്ല എന്നാണ് ഹൈക്കോടതി വിധി. ചിലര് അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ ജീവനക്കാരെ തെരഞ്ഞെടുത്തോട്ടെ എന്നുള്ള ആ 78 അന്ന് സർക്കാർ എടുത്ത തീരുമാനം തന്നെയാണ് ഈ സർക്കാരിന്റെ നയം. തന്റെ പിതാവ് കെ കരുണാകരൻ 40 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കൗസ്തുഭം റെസ്റ്റ് ഹൌസ് നവീകരിച്ച് ഭക്തർക്ക് സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം തനിക്ക് നിർവഹിക്കാനായത് ഭാഗ്യമായി കരുതുന്നതായും കെ മുരളീധരൻ പറഞ്ഞു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. NK അക്ബർ MLA, ദേവസ്വം സെക്രട്ടറി MJ രാജമാണിക്യം, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കുന്നതിനായി 13.5 കോടി രൂപ ചെലവിലാണ് കൗസ്തുഭം നവീകരിച്ചത്. പന്നിത്തടത്ത് വൻതോതിൽ ഹാൻസ് കടത്തുകയായിരുന്ന പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വാഹനത്തിൽ നിന്ന് 18 ചാക്ക് ഹാൻസ് പോലീസ് കണ്ടെടുത്തു. വെള്ളിയാഴ്ച പുലർച്ചെ 4 കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലായിരുന്നു അപകടം. ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസുമായി എത്തിയ ബൊലോറോ പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പന്നിത്തടം സെന്ററിന് സമീപമുള്ള സിംല ഗ്രൗണ്ടിലേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ വാഹനത്തിലുണ്ടായിരുന്നവർ ഹാൻസ് സൂക്ഷിച്ചിരുന്ന ചാക്കുകൾ അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനുശേഷം ഇവർ ഓടി രക്ഷപ്പെട്ടു. അപകട വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി വാഹനവും ഹാൻസ് ചാക്കുകളും കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന്റെ പിറകിൽ ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് 18 ചാക്കുകളിലായി ഹാൻസ് കൊണ്ടുപോയിരുന്നത്. പൊന്നാനി രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് വാഹനം കേച്ചേരി ഭാഗത്തു നിന്നാണ് വന്നിരുന്നത്. ഓടി രക്ഷപ്പെട്ട 2 പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൻതോതിൽ ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമമാണ് വാഹനാപകടത്തോടെ പൊളിഞ്ഞത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. 7 വയസ്സ് മാത്രം പ്രായമുള്ള അതിജീവതയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 32 വർഷം തടവും 1,20,000 രൂപ പിഴയും വിധിച്ചു. വെള്ളറക്കാട് ദുബായ് റോഡ് അരങ്ങത്ത് പറമ്പിൽ 63 വയസ്സുള്ള ഇബ്രാഹിമിന് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2025 കേസിനാസ്പദമായ സംഭവം നടന്നത്. കുടുംബ സുഹൃത്തായിരുന്ന ഇബ്രാഹിം അതിജീവിതയ്ക്കും വീട്ടിലെ മറ്റു കുട്ടികൾക്കും മിഠായിയും ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് കുട്ടികളുമായി അടുപ്പം സ്ഥാപിച്ച് അതിജീവതയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ്.
സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് സുധീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. എരുമപ്പെട്ടി സ്റ്റേഷൻ ഓഫീസർ അനീഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KS ഓമന എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ES സീനത്ത് ഹാജരായി. സംസ്ഥാനത്തെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി സുപ്രീം കോടതിയുടെ സുപ്രധാന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി കേരള സർക്കാർ. പേപ്പട്ടികളും അപകടകാരികളുമായ തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന ഉത്തരവാണ് സംസ്ഥാനത്ത് പ്രായോഗികമാക്കുന്നത്. ഇതിനായി പ്രാഥമിക പ്രോട്ടോകോൾ തയ്യാറാക്കി കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി വേഗത്തിലുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. അപകടകാരികളായ നായ്ക്കളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിക്കും. ഏതൊക്കെ നായ്ക്കളെയാണ് ദയാവധത്തിന് വിധേയമാക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ഈ സമിതികൾക്കായിരിക്കും. ഇതുകൂടാതെ നായ്ക്കൾക്കായി പ്രത്യേക ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകാനും തീരുമാനമായിട്ടുണ്ട്. നായ്ക്കളെ വളർത്തുന്നതിലും സംരക്ഷിക്കുന്നതിലും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. 2ൽ കൂടുതൽ നായ്ക്കളെ വളർത്തുന്ന വീടുകളെ പ്രത്യേക ഷെൽട്ടറുകളായി പരിഗണിക്കുകയും ഇത്തരം വീടുകൾക്ക് സർക്കാരിന്റെ പ്രത്യേക സ്മോൾ ഷെൽട്ടർ ലൈസൻസ് നിർബന്ധമാക്കുകയും ചെയ്യും. കൂടാതെ പൊതുസ്ഥലങ്ങളിലും തെരുവുകളിലും നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും രൂപീകരിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. എല്ലാ ജില്ലകൾക്കും ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും ബാക്കി 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 9 ജില്ലകളിലാണ് ശനിയാഴ്ച ഓറഞ്ച് അലർട്ടുള്ളത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് അവധി. കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. കേരള തീരത്ത് മീൻപിടുത്തത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.